ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 50-ാം നോമ്പിൻ്റെ 44-ാം ദിവസവും കഷ്ടാനുഭവ ആഴ്ചയിലെ ഓശാനയ്ക്ക് ശേഷം 1-ാം ദിവസമായി നമ്മളായിരിക്കുന്ന ഈ കാലയളവിൽ ഓരോ ചിന്തയിൽ കൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യൂസ് ചാപ്റ്റർ 22 വേഴ്സസ് 15 to 33. ഈ ഭാഗം നമുക്ക് രണ്ടായിട്ട് തിരിച്ച് ചിന്തിക്കാവുന്നതാണ്. 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയും 23-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെയും. ഇതിൽ 15-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൈസർക്ക് നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് പരീശന്മാരും ഹെരോദ്യരും യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. കൈസർക്ക് നികുതി കൊടുക്കുന്നത് വിഹിതമോ എന്ന ചോദ്യത്തിന് യേശു പറയുന്നത്, നിങ്ങളൊരു നാണയം കൊണ്ടുവരീൻ, ഇതിലെ മേലെഴുത്ത് ആരുടെ എന്ന് ചോദിച്ചതിന് ഇത് കൈസറുടേത് എന്നവർ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്നാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അന്ന് റോമ ഗവൺമെൻറ് 3 തരത്തിലുള്ള നികുതി ചുമത്തിയിരുന്നു. ഒന്ന് ഗ്രൗണ്ട് ടാക്സ്, അത് ധാന്യത്തിൻ്റെ 10-1, എണ്ണ, വീഞ്ഞ് എന്നിവയുടെ 5-1 കൊടുക്കണം. അത് ധാന്യമായിട്ടും അല്ലെങ്കിൽ വീഞ്ഞായിട്ടും കൊടുക്കാം, പകുതി ക്യാഷായിട്ടും കൊടുക്കുന്ന ഒരു നികുതിയായിരുന്നു. അടുത്തത് ഇൻകം ടാക്സ്, ഇത് വരുമാനത്തിൻ്റെ 1% എല്ലാവരും കൊടുക്കണം. മൂന്നാമതായിട്ട് പോൾ ടാക്സ് അല്ലെങ്കിൽ ഹെഡ് ടാക്സ് അല്ലെങ്കിൽ ക്യാപിറ്റേഷൻ എന്ന് പറയുന്ന ഈ നികുതി 14 വയസ്സ് തികഞ്ഞ പുരുഷന്മാർ 65 വയസ്സ് വരെയും 12 വയസ്സ് തികഞ്ഞ സ്ത്രീകൾ 65 വയസ്സ് വരെയും കൊടുക്കുന്ന ഒരു ടാക്സ് ആയിരുന്നു. അതൊരു ദിനേറിയസ് അല്ലെങ്കിൽ റോമൻ സിൽവർ കോയിൻ എന്നായിരുന്നു ഇതിനെ പറഞ്ഞ്, അതായത് ഒരു വെള്ളി നാണയം. ഈ വെള്ളി നാണയത്തെക്കുറിച്ചാണ് പരീശന്മാരും ഹെരോദ്യരും യേശുവിനോട് ചോദിച്ചത്. ഇവിടെ യേശു നികുതി കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പരീശന്മാരും ഹെരോദ്യരും അതുടനെ റോമ ഗവൺമെന്റിനെ അറിയിക്കുകയും ഉടനെ യേശുവിനെ അറസ്റ്റും ചെയ്യും. ഇനി നികുതി നിയമവിധേയമായ ഒന്നാണ് എന്ന് പറയുന്നതെങ്കിലോ, നികുതി എന്നും വെറുത്തിരുന്ന പൊതുജനത്തിന് മുമ്പിൽ യേശുവിനെ നിൽക്കാൻ പറ്റാതായി തീരും. 2 രീതിയിലായാലും യേശുവിനെ അവർക്ക് കൊടുക്കാമായിരുന്നു. യേശുവിനെ ഏത് വിധേനയും തൻ്റെ വാക്കിനാലോ പ്രവർത്തിയാലോ കൊടുപ്പിക്കലാക്കുവാൻ ശ്രമിച്ച പരീശന്മാർക്കും ഹെരോദ്യർക്കും യേശുവിൻ്റെ മറുപടി കേട്ട് ആശ്ചര്യത്തോടെ പോയി കളഞ്ഞുവെന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എവരി ക്രിസ്ത്യൻ ഹാസ് എ ഡബിൾ സിറ്റിസൺഷിപ്പ്. എല്ലാ ക്രിസ്ത്യാനികൾക്കും 2 പൗരത്വമുണ്ട്. ഒന്ന്, അവൻ താമസിക്കുന്ന രാജ്യത്തെ പൗരൻ. ആ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ബാധ്യസ്ഥനാണ്. എപ്പോഴും ഒരു നല്ല പൗരനായിരിക്കുകയും വേണം. ഒരു നല്ല പൗരനല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു പരാജയമായിരിക്കും. ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന പ്രത്യേക അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ നിമിത്തം എപ്പോഴും ഭരണാധിപനോട് കടപ്പാടുള്ളവനുമായിരിക്കണം. രണ്ടാമത്, ക്രിസ്ത്യൻ ഈസ് ഓൾസോ എ സിറ്റിസൺ ഓഫ് ഹെവൻ. ക്രിസ്ത്യാനി സ്വർഗരാജ്യത്തിലെ പൗരൻ കൂടിയാണ്. ദൈവരാജ്യത്തിന് അനുസരണമായി ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കേണ്ടവരാണ്. ഇതേസമയം ദൈവരാജ്യത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മൾ തയ്യാറാകണം. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള മനസ്സുറപ്പുള്ളവരായിരിക്കുകയും വേണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഒരേ സമയം തൻ്റെ രാജ്യത്തെ പൗരനും അതേ സമയം തന്നെ സ്വർഗരാജ്യത്തിലെ പൗരനും കൂടിയാണ്. 1 പത്രോസ് 2:17 പറയുന്നത് പോലെ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. നമ്മുടെ അടുത്ത ചിന്ത എന്ന് പറയുന്നത് 23-ാം വാക്യം മുതൽ 33-ാം വാക്യം വരെ. അവിടെ പറയുന്നത്, സാദൂക്യർ യേശുവിനോട് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു. അതിൻ്റെ 28-ാം വാക്യം, എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും അവൾ ഭാര്യയായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നിട്ട് ഉണ്ട്, അല്ലെങ്കിൽ നേരിടേണ്ടി വന്നേക്കാം. നമ്മൾ ദൈവകൃപയിൽ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവശക്തിയെക്കുറിച്ചും തിരുവെഴുത്തുകളെയും കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ ഉത്തരത്തിൽ നിന്നും 2 കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, ദൈവത്തിൻ്റെ വഴികളും ഉദ്ദേശങ്ങളും മനുഷ്യൻ്റെ ധാരണയെ മറികടക്കുന്നുവെന്ന് അത് വെളിപ്പെടുത്തുന്നു. 2, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലായ പുനരുത്ഥാനത്തിൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും സത്യത്തെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. ഇന്നത്തെ ഈ 2 ചിന്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം യേശുവാണെന്ന് നമ്മളെ ഓർപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളോ ധാർമ്മിക പ്രതിസന്ധികളോ നേരിടുമ്പോൾ യേശുവിൻ്റെ മാർഗനിർദ്ദേശം തേടാൻ നാം ബാധ്യസ്ഥനാണ്. രണ്ടാമതായിട്ട് തിരുവെഴുത്തുകളെയും ദൈവത്തിൻ്റെ ശക്തിയെയും അറിയേണ്ടതിന് പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു.
സാധുക്യർ അവരുടെ പരിമിതമായ അറിവിനാൽ അന്ധരായിരുന്നു. പക്ഷേ യേശു അവരുടെ കണ്ണുകളെ ആഴമേറിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തുറന്നു. അതുപോലെ നാമും ഈ നോമ്പ് കാലത്ത് ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ആഴത്തിലാക്കുവാൻ നമ്മെ നയിക്കുവാനുള്ള യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ യേശു നമ്മെ വിളിക്കുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കൽ പ്രത്യാശയോടും കാഴ്ചപ്പാടോടും കൂടി ജീവിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. പലപ്പോഴും താൽക്കാലികവും ഭൗമികവുമായിട്ടുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ ഹോപ്പ് ഈസ് നോട്ട് റൂട്ടഡ് ഇൻ ദി തിങ്സ് ഓഫ് ദിസ് വേൾഡ് ബട്ട് ഇൻ ദ എറ്റേണൽ ലൈഫ് പ്രോമിസ് ടു അസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ വേരൂന്നിയതല്ല, മറിച്ച് യേശുക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവനിലാണ്. എല്ലാത്തിലും യേശുവിൻ്റെ ജ്ഞാനം തേടുവാനും തിരുവെഴുത്തുകളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പുനരുത്ഥാന പ്രത്യാശയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാനുമുള്ളൊരു നവീകൃത പ്രതിബദ്ധതയോടെ നമുക്ക് ഇന്ന് പുറപ്പെടാം. യേശുവിനെ പോലെ ജീവിതത്തിലെ വെല്ലുവിളിയോട് സത്യം, കൃപ, സ്നേഹം എന്നിവയിൽ നമുക്ക് പ്രതികരിക്കാം. ഈ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.